സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് അനാരോഗ്യത്തെ തുടർന്നെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം, വാർത്തയ്ക്ക് പിന്നിൽ സർക്കാരിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യമെന്നും വിശദീകരണം. മന്ത്രി എം പി രാജേഷ് അതൃപ്തി അറിയിച്ചതോടെ മുഖ്യമന്ത്രി വിട്ടുനിന്നെന്ന ആരോപണത്തിനാണ് ഇപ്പോൾ മറുപടി ഉണ്ടായിരിക്കുന്നത്. അർജുൻ രാജ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഉടനടി നൽകുകയായിരിക്കും. മന്ത്രി എം പി രാജേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് പ്രചരിക്കപ്പെട്ട വാർത്തകൾ. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഈ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് അതിൻ്റെ അവകാശവാദം ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു, അതിൽ മന്ത്രി എം പി രാജേഷിന് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന വാർത്തകളാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരികയും ചെയ്തിരുന്നത്. അതിലിപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അർജുൻ രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, പ്രചരിച്ചതൊന്നും ശരിയല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം? ബിനിൽ, മെയ് 16-നാണ് സ്മാർട്ട് റോഡുകളുടെയും മറ്റ് റോഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മാനവീയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അനാരോഗ്യത്തെ തുടർന്ന് അന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് പോകുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ പ്രചരിച്ച വാർത്ത അല്ലെങ്കിൽ ആരോപണം, ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പും തദ്ദേശ വകുപ്പും തമ്മിൽ ഭിന്നതയുണ്ട്. ഈ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ശ്രമം നടത്തി. അതിൽ തദ്ദേശ മന്ത്രി എം പി രാജേഷിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതെന്നായിരുന്നു ആരോപണം. ആ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അന്ന് വിട്ടുനിന്നത് അനാരോഗ്യത്തെ തുടർന്നാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട്. അന്ന് മുഖ്യമന്ത്രിക്ക് ചെറിയ പനിയും ജലദോഷവുമാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഡോക്ടറുടെ കൂടി നിർദ്ദേശത്തെ തുടർന്ന് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ 4 വർഷത്തോളം മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായോ ഓഫീസുമായോ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്താതെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്ന് തന്നെയാണ് വിവരം. അതായത് ഈ സ്മാർട്ട് റോഡ് പദ്ധതികൾക്കായി തുക ചെലവഴിച്ചത് തദ്ദേശ വകുപ്പായിരുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും 80 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി വിനിയോഗിച്ചത്. ആ 80 കോടി രൂപ തദ്ദേശ വകുപ്പിന്റെ അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത്. പിന്നീട് വേണ്ട 40 കോടി രൂപ അത് കോർപ്പറേഷന് നൽകി. പക്ഷേ ആ തദ്ദേശ വകുപ്പിനെയോ കോർപ്പറേഷനെയോ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാതെ നഗരത്തിലെമ്പാടും ഉയർന്നത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകളായിരുന്നു. ഈ പദ്ധതിയുടെ മേൽനോട്ടം മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പ് നിർവഹിച്ചിരുന്നത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പൊതുമരാമത്ത് മന്ത്രി ശ്രമം നടത്തിയെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും എം പി രാജേഷിന് കടുത്ത അതൃപ്തി ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തങ്ങളുടെ പദ്ധതി അല്ലെങ്കിൽ തദ്ദേശ വകുപ്പും കോർപ്പറേഷനും ഒരുപോലെ തുക അനുവദിച്ചൊരു പദ്ധതിയായിട്ട് കൂടിയും ഏതെങ്കിലും തരത്തിൽ പരസ്യങ്ങളിലോ പ്രചാരണങ്ങളിലോ ഒന്നും തദ്ദേശ വകുപ്പ് മന്ത്രിയെയോ കോർപ്പറേഷനെയോ ഉൾപ്പെടുത്താത്ത തരത്തിൽ പ്രചാരണം നടന്നിരുന്നു. അതിൽ ഒരു അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ആ അതൃപ്തി മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല മുഖ്യമന്ത്രി ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അന്ന് അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ നടന്ന പരിപാടിക്കകത്തും പിറ്റേന്ന് രാവിലെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിവിധങ്ങളായിട്ടുള്ള പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവും മറ്റൊരു പരിപാടിയുമാണ് മുഖ്യമന്ത്രിക്ക് നിശ്ചയിച്ചിരുന്നത്. ആ 2 പരിപാടികളിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നിരുന്നു. അത് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് വിട്ടുനിന്നത്, അല്ലാതെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് പറയുന്ന കാര്യം. അതേസമയം മന്ത്രി റിയാസും ഒപ്പം തന്നെ മന്ത്രി എം പി രാജേഷും തമ്മിലുണ്ടായിട്ടുള്ള തർക്കത്തെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ. അതിലാണ് ഇപ്പോൾ CMO ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അർജുൻ രാജാണ് ആ വിശദീകരണം വ്യക്തമാക്കിയത്.